ഹായ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോർ ലൂപ്സിനെ പറ്റിയിട്ടാണ്. ലൂപ്പിൻ്റെ കൺസെപ്റ്റ് അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഇതുവരെയൊക്കെ ഒരു ലിസ്റ്റ് ഒക്കെ പ്രിൻ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കായിരുന്നു ഡാറ്റ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പ്രിൻ്റ് ചെയ്താൽ നമുക്കിത് ഒറ്റ ലൈനിൽ ഒരുമിച്ചായിട്ടാണ് ഈ ഡാറ്റ ഫുൾ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന ഡാറ്റേനെ ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ലൂപ്പിംഗ് ഉപയോഗിക്കുക. പ്രിൻറ്റിങ് മാത്രമാണെന്നില്ല, ആ ഡാറ്റയിൽ വേറെ എന്തോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും ലൂപ്പിംഗ് ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ജസ്റ്റ് അത് കാണിച്ചു തന്നിരുന്നു. അത് കൂടുതലായിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൂപ്പ് കൊടുത്ത് ഇതിൽ ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതിലെ ഓരോ എലമെൻറ്റും 1 by 1 ആയിട്ട് ഇവിടെ പ്രിൻ്റ് ആയിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ലിസ്റ്റിലെ അല്ലെങ്കിൽ ഒരു ട്യൂപ്പിളിലെ സെറ്റിലെയോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിലെ തന്നെ എലമെൻറ്റിനെ നമുക്കിങ്ങനെ പ്രിൻ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോ എലമെൻറ്റിനെ 1 by 1 ആയിട്ട് പ്രോസസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റി സ്ട്രിങ് കൊടുക്കാവുന്നതാണ്. സ്ട്രിങ് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഇവിടെ ഹലോ എന്നുള്ള വേർഡ് 1 by 1 ആയിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇപ്പോൾ നമുക്ക് ഞാനിത് പഴയ പോലെ ലിസ്റ്റ് ആക്കുവാണ്. ഈ ലിസ്റ്റിൽ നമ്മളിപ്പോൾ ഇതായി ലൂപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും ഇതിപ്പോൾ റൺ ചെയ്താൽ. ഇനിയിപ്പോൾ നമുക്ക് സപ്പോസ് സി എന്ന് പറയുന്ന ഡാറ്റ എത്തുമ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. സി എന്ന് പറഞ്ഞ ഡാറ്റ വരുമ്പോൾ പിന്നീട് ലൂപ്പ് വർക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഡി പ്രിൻ്റ് ആയിട്ടില്ല. ഔട്ട്പുട്ടിൽ സി വന്നപ്പോൾ അത് പിന്നെ അത് സ്റ്റോപ്പായി. ലൂപ്പ് പിന്നീട് പ്രോസസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യണ്ട, അത് സ്കിപ്പായിട്ട് വിടണം, അങ്ങനെ ഒരു കണ്ടീഷനാണ് എന്നൊക്കെ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വാല്യൂ ബി എന്ന് പറയുന്ന വാല്യൂ മാത്രം പ്രിൻ്റ് ചെയ്യണ്ട, അങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ACD എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ബി പ്രിൻ്റ് ആയിട്ടില്ല. ഇവിടെ നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഇഫ് കണ്ടീഷൻ്റെ ചെക്ക് ചെയ്യുന്നതാണ് എക്സിൻ്റെ വാല്യൂ ബി ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലൂപ്പ് ഇവിടെ പിന്നെ താഴേക്കുള്ള ഒരു ലൈനും എക്സിക്യൂട്ട് ആവില്ല. ഇത് സ്കിപ്പായിട്ട് എക്സിൻ്റെ വാല്യൂ അടുത്ത വാല്യൂവിലേക്ക് നീങ്ങും. അതുകൊണ്ടാണ് ഇവിടെ ബി സ്കിപ്പായിട്ട് സിയിലേക്ക് അത് മൂവ് ആയിരിക്കുന്നതാണ് കാണുന്നത്. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് എനിക്ക് 1 to 10 എന്ന് പറയുന്ന നമ്പേഴ്സ് പ്രിൻ്റ് ആവണം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ. അത് നമുക്കിവിടെ പോസിബിളാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രീവിയസ് കോഡൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കത്
കോഡിൽ റെഫർ ചെയ്യണമെങ്കിൽ അൺകമൻറ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ റേഞ്ച് ഫംഗ്ഷൻ 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, അതായത് അത് 10 വരെ അപ്പോൾ പ്രിൻ്റ് ആവുന്നതാണ്. 1 തൊട്ട് 0 തൊട്ട് 9 വരെ, അതായത് നമ്മൾ ലൂപ്പിങ്ങിലൊക്കെ എപ്പോഴും നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇൻഡെക്സ് എപ്പോഴും 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അത് 0 to 9 വരെ പ്രിൻ്റ് ആയത്. സപ്പോസ് എനിക്ക് ഇത് 1 to 10 പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ വെറുതെ x+1 എന്ന് കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് 1 to 10 പ്രിൻ്റ് ആയിക്കോളും. ഇവിടെ കാണാവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 10 to 20 വരെയുള്ള നമ്പർ ആണ് പ്രിൻ്റ് ആവേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർഗ്യുമെൻ്റ്, ഇതിന് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. കോമൺ ആയിട്ട് റേഞ്ച് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഫങ്ഷൻസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഈ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ 10 to 20 ആണ് പ്രിൻ്റ് ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 11 തൊട്ടാണ് വന്നേക്കുന്നത്, ഞാനിവിടെ പ്ലസ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത് വന്നേക്കുന്നത് നോക്കാം, 10 തൊട്ട് ആണ് വന്നേക്കുന്നത്. റേഞ്ച് 20 എന്ന് പറയുമ്പോൾ അപ് ടു 20 വരെയുള്ളതാണ് പ്രിൻ്റ് ആവുന്നത്. ഇനി നമുക്കിതിൽ ഒരു പാരാമീറ്ററും കൂടി ഉണ്ട്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് 10 കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ 11 വേണ്ട, അതായത് ഈവൻ നമ്പേഴ്സ് മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പോസിബിൾ ആണ്. നമുക്കിവിടെ ഇതിനെ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്റ്റെപ്പ് പാരാമീറ്റർ എന്നാണ്. അതായത് ഒരു വാല്യൂ കഴിഞ്ഞ് അടുത്ത വാല്യൂയിലേക്ക് എത്ര നമ്പേഴ്സ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 കൊടുത്തപ്പോൾ വന്നേക്കുന്നതാണ് 10 കഴിഞ്ഞ് 12 ആണ് വന്നേക്കുന്നത്. അങ്ങനെ ഈവൻ നമ്പേഴ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ബേസിലൊക്കെ ബേസിക്കായിട്ട് ഈവൻ നമ്പേഴ്സ് മാത്രം പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫോർ ലൂപ്പ് മൊത്തം എഴുതി ഒക്കെ കൊടുത്തിട്ട് ലിമിറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പൈത്തണിൽ അത് ഈ റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള ഇതിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പിൽ നമുക്ക് എൽസ് കൊടുക്കാവുന്നതാണ്. അതായത് ലൂപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് അതിനൊരു മെസ്സേജ് കൊടുക്കണം, ലൂപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പൈത്തണിൽ പോസിബിളാണ്. പിന്നെ എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഈഫിലൊക്കെ കൊടുത്തേക്കുന്ന പോലെ എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അത് ലൂപ്പിലെ എല്ലാ ഇറ്ററേഷൻസും കഴിഞ്ഞതിന് ശേഷം ആ മെസ്സേജ് പ്രിൻ്റ് ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ആണ്. നെസ്റ്റഡ് ലൂപ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പ് കൊടുക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. എ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ നമുക്ക് കുറച്ച് വാല്യൂസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ലിസ്റ്റ് ബി എന്ന് പറഞ്ഞ കൊടുക്കുകയാണ്. ഈ രണ്ട് ലൂപ്പ് നമുക്ക് ഒരുമിച്ച് ഒരു ലൂപ്പിൻ്റെ അകത്ത് ഒരു ലൂപ്പായിട്ട് എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ആദ്യം ഞാൻ ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. ആ ലൂപ്പിൻ്റെ അകത്ത് ഞാനൊരു മറ്റൊരു ലൂപ്പ് കൂടി കൊടുക്കുന്നു. ഞാനത് പ്രിൻ്റ് ചെയ്യുകയാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഔട്ട്പുട്ട് നോക്കണം. ഇവിടെ എ
എ ഡി എന്നാണ് വന്നേക്കുന്നത് ആദ്യം. എ ഇ എന്ന് പറയുന്നുണ്ട്, എ എഫ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അല്ല, ആദ്യം ഈ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് ഈ എ ആണ് പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ അതിൽ ഒരു അറ്റ് എ ടൈം ഒരു തവണ, അതായത് ഇപ്പോൾ എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ വാല്യൂ വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ലൂപ്പ് കംപ്ലീറ്റ്ലി റൺ ആവും. അതായത് ബി എന്ന ലൂപ്പ് 3 ഐറ്ററേഷൻസ് അല്ലെങ്കിൽ 3 തവണ ഇത് റൺ ആവും. അതുകൊണ്ടാണ് നമുക്ക് എ തന്നെ ഇവിടെ എ ഡി എന്നും എ ഇ എന്നും എ എഫ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. എ 3 തവണ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ബി എന്ന് പറയുന്നത്. ബിയും ഇവിടെ ഈ 3 തവണ ഇതിൻ്റെ കൂടെ വർക്കായിരിക്കുന്നത്. അങ്ങനെയാണ്. നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഇതിലിപ്പോൾ സപ്പോസ് 2 എലമെൻറ്റോ ഉണ്ടെങ്കിൽ അത് 2 തവണയേ വരുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ട്രൈ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിത് 2 ആക്കിയപ്പോൾ എ ഇവിടെ 2 തവണയേ വന്നിട്ടുള്ളൂ. കാരണം ഈ എലമെൻറ്റിൻ്റെ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ് ഇവിടെ ലൂപ്പിംഗ് നടക്കുന്നത്. ഔട്ടറിലെ വാല്യൂ ഓരോ തവണ മാറുന്നത് ഈ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ നമ്മൾ നേരത്തെ ഈ ഫെൽസിലൊക്കെ പഠിച്ച പോലെ തന്നെ ലൂപ്പിലും നമുക്ക് പാസ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കാവുന്നതാണ്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമുക്കത് ഒന്നും കൂടി നോക്കാം. പാസ് ഈ ഫിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വെറുതെ പാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാറ്റ ഒന്നും പ്രിൻ്റ് ആവില്ല. ലൂപ്പ് അവിടെ പ്രിൻ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒന്നും കൊടുക്കാതെ ഇരിക്കുവാണെങ്കിൽ എറർ അടിക്കും. കാരണം ഫോർ ലൂപ്പ് ഒരിക്കലും എം ടി ആവാൻ പാടുള്ളതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിൽ ക്ലാസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ബേസിക് ഫങ്ഷൻസ് ആണിത്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ലൂപ്പും കൂടിയുണ്ട്. അത് വൈൽ ലൂപ്പാണ്. അത് നമ്മളത് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ ഈ കോഡ് ഞാൻ ജിറ്റ്ഹബിൽ ഇടുന്നതാണ്. ഈ ഫയല് ഇപ്പോൾ റെഫർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. കഴിയുന്നതും ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കും.